ബാക്ക് ബെഞ്ചേഴ്സ് ഇവിടെ അവസാനിക്കുന്നു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ അർദ്ധവൃത്താകൃതിയിലിരുത്തി പഠിപ്പിക്കുന്ന പുതിയ രീതി വരുന്നു. എരുമപ്പെട്ടി മങ്ങാട് RCC LP സ്കൂളിലാണ് തരംഗമായിക്കൊണ്ടിരിക്കുന്ന പുതിയ രീതി നടപ്പിലാക്കിയത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന മലയാള സിനിമയിലൂടെയാണ് ഇത്തരത്തിലൊരാശയം ഉടലെടുത്തത്. ഇതിനു പിന്നാലെയാണ് കേരളത്തിലെ ചില സ്കൂളുകൾ ഇരിപ്പിട ക്രമീകരണം നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചത്. പുതിയ രീതി വരുന്നതോടെ മുന്നിലെ ബെഞ്ചുകാർ പിന്നിലെ ബെഞ്ചുകാർ എന്ന ചിന്തയും ഇല്ലാതാകുമെന്ന് അധ്യാപകർ പറയുന്നു. മങ്ങാട് RCC LP സ്കൂളിൽ ഈ മാതൃക പരീക്ഷണാർത്ഥമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ പരിശീലന പരിപാടികളിൽ ഈ ആശയം ചർച്ച ചെയ്തിട്ടുണ്ട്. സിനിമ ഇറങ്ങിയപ്പോൾ പ്രചോദനമാകുകയും ചെയ്തു. ക്ലാസ് മുറിയിലെ എല്ലാ കുട്ടികൾക്കും തുല്യ പരിഗണന ലഭിക്കുന്നു എന്ന പ്രത്യേകത കൂടി സംവിധാനത്തിലുണ്ട്. ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം അനുസരിച്ചാണ് ക്രമീകരണം. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിലാണ് പുതിയ രീതി നടപ്പിലാക്കിയതെന്ന് പ്രധാന അധ്യാപിക CR ലിജി പറഞ്ഞു. പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾക്കും തുല്യ അവസരം ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാവരെയും മുൻനിരയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കുട്ടികളെ ഷേപ്പില് ക്ലാസ് റൂമുകളിൽ അവരെ ഇരുത്താനായിട്ട് ശ്രമിച്ചത്. എല്ലാ കുട്ടികളെയും ഒരുപോലെ ശ്രദ്ധിക്കാൻ ടീച്ചർമാർക്കും കഴിയുന്നുണ്ട്. കുട്ടികൾക്ക് പഠനത്തിൽ കൂടുതൽ താല്പര്യവും അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും ഇതുവഴിക്ക് സാധിക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. മങ്ങാട് RCC LP സ്കൂളിനു പുറമെ സംസ്ഥാനത്തെ 4 സ്കൂളുകളിലും ആശയം നടപ്പിലാക്കിയിട്ടുണ്ട്. ക്ലാസ് മുറികൾ കൂടുതൽ വിശാലവും സൗഹൃദപരവുമായി അനുഭവപ്പെടുന്നതുമൂലം കുട്ടികൾക്ക് വലിയ ആത്മവിശ്വാസം ലഭിക്കുമെന്ന് അധ്യാപകർ വിലയിരുത്തുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി.